സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം തോറ്റുപോയോ, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ടൊരു റാങ്ക്, ജോലി ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു റാങ്കിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അതോ റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ നിങ്ങൾ? എന്താണ് അവസ്ഥ? നിങ്ങളുടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നാളെ നീ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകുമ്പോൾ, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് ആയി കഴിയുമ്പോൾ, മുമ്പ് ഏതൊക്കെ പരീക്ഷ തോറ്റു എന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. എല്ലാവരും ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, മിടുക്കനാണല്ലോ, എങ്ങനെ പഠിച്ചത്, എങ്ങനെ ഈ ലെവലിൽ എത്തിയത്? ആ ഒരു ചോദ്യം മാത്രമായിരിക്കും വൺസ് നീ ജയിച്ചു കഴിഞ്ഞാൽ ഫേസ് ചെയ്യേണ്ടി വരിക. ചുരുക്കം ഇത്രയേ ഉള്ളൂ, തോറ്റിരുന്നാലും കുഴപ്പമില്ല. തോൽവികൾ ആരും എണ്ണില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ലെവലിൽ തോൽവികൾ ആരും എണ്ണാൻ പോകുന്നില്ല. ഒരു ഒറ്റ തവണ വിജയിച്ചാൽ അത് മതി ലൈഫ് സെറ്റാക്കാൻ. അപ്പോൾ ഈ ഒരു പരാജയത്തിൽ ഹൃദയം തകർന്നിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. LDC എക്സാമിന് സഹിതം പൊട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ കുറേ എക്സാംസ് അതിന് ശേഷം ക്രാക്ക് ചെയ്തപ്പോൾ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല മുമ്പ് ഏതൊക്കെ പരീക്ഷയാണ് നീ തോറ്റതെന്നുള്ള കാര്യം, ഏതൊക്കെ പരീക്ഷയാണ് ജയിച്ചത്, എങ്ങനെയാണ് സാധിച്ചതെന്ന് മാത്രമേ പിന്നീട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അതായിരിക്കണം നിങ്ങളുടെ വിഷയം. ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള തോൽവികളിൽ പതറി ഇനിയുള്ള സ്റ്റഡീസ് കുളമാക്കാതിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ. ലോകം എപ്പോഴും ആഘോഷിക്കുന്നത് വിജയിച്ചവൻ്റെ ചരിത്രമാണ്. പക്ഷെ ആ വിജയിച്ച കക്ഷികൾ എല്ലാവരും ഉണ്ടല്ലോ, പലതവണ മുമ്പ് തോറ്റ് ആ തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുത്തവരാണ്. സോ ഇത് മറക്കരുത്. പലതവണ തോറ്റാലും ഒരു കുഴപ്പമില്ല, ഒരു ഒറ്റ തവണ ജയിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം കോമ്പൻസേറ്റ് ആയി പോയിക്കോളും. സോ ഈ വീഡിയോ കാണുന്ന ഇന്ന് തോറ്റുപോയ ആൾക്കാരാണ് നാളത്തെ വിജയികളാവുക, എനിക്ക് ഉറപ്പുണ്ട്. സോ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ തോറ്റുപോയ അല്ലെങ്കിൽ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാതായി പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. കാര്യം എല്ലായിടത്തും നമ്മൾ വിജയാഘോഷങ്ങളാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ അക്കാഡമിയിലും ധാരാളം കുട്ടികൾക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു ഘട്ടത്തിൽ തോറ്റുപോയവരാണ്. ഇപ്പം എൻ്റെ ബാച്ചിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ഫ്രസ്ട്രേഷൻ അടിച്ചിരുന്ന എത്ര കുട്ടികളാണെന്നറിയോ ഈ വർഷം 2 ഡിജിറ്റ് 3 ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്? കഴിഞ്ഞ പ്രിലിംസ് പൊട്ടിപ്പോയി, ആ ഒരു വിഷമത്തിൽ അവർ പഠിക്കാതിരുന്നിരുന്നെങ്കിൽ ഈ വർഷം ഇത്രയും വലിയൊരു വിജയം അവർക്ക് നേടാൻ സാധിക്കും. എൻ്റെ അറിവിൽ 10-15 പേര് തന്നെയുണ്ട് കഴിഞ്ഞ വർഷം പ്രിലിംസ് പോലും പാസ്സാവാതിരുന്നിട്ടും ഇത്തവണ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ. ബിക്കോസ് അവർക്ക് കാര്യം അറിയാം, തോറ്റാലും കുഴപ്പമില്ല, എത്ര തവണ തോറ്റാലും കുഴപ്പമില്ല, ഒരു ഒറ്റ തവണ വിജയിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു അപകടകരമായ കാര്യമുണ്ട്. നേരത്തെ തോറ്റ് പിന്നീട് വിജയിച്ച ടീംസിന്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടക്കമുള്ള ആൾക്കാരുടെ കേസ്. ഇവർക്കൊരു ക്വാളിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് തോറ്റത് എന്നവർ കൃത്യമായിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യാറുണ്ട്, വിശകലനം ചെയ്യാറുണ്ട്. ആ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു വേട്ടക്കാരന്റെ വാശിയോടെ തന്റെ മിസ്റ്റേക്സിനെ കൊന്നുകളയാനുള്ള അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ആർജം അവർ കാണിക്കാറുണ്ട്. സെയിം മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാറില്ല. 1-2 തവണ റിപ്പീറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പിന്നെയും സെയിം മിസ്റ്റേക്സിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഓരോ പരാജയവും നമ്മുടെ വിജയത്തിലേക്ക് അടുക്കുന്ന ഒരു സ്റ്റെപ്പായിട്ട് മാത്രം കാണാം. അങ്ങനെ സ്റ്റെപ്പായിട്ട് മാറണമെങ്കിൽ എന്തുകൊണ്ടാണ് തോറ്റുപോയെന്ന് ചിന്തിച്ച് ആ മിസ്റ്റേക്ക് കണ്ടെത്തി അതിനെ കൃത്യമായി പരിഹരിക്കണം. അല്ലെങ്കിൽ തോറ്റുകൊണ്ട് തന്നെ എനിക്കൊരു സംശയമില്ല. സോ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാവാം എനിക്ക് ഉദ്ദേശിച്ച ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റാഞ്ഞത്? ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യാൻ പറ്റുക? കോൺടംപ്ലേഷൻ, ആത്മപരിശോധന എന്ന് പറയും അല്ലേ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് സഹിതം ഇന്ത്യൻ ഫിലോസഫേഴ്സ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ആത്മപരിശോധന നടത്തണം. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയെന്ന് കൃത്യമായി തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിവ് നേടുന്നൊരു വ്യക്തി ലൈഫിൽ അങ്ങേയറ്റം വിജയിച്ചിരിക്കും, ഒരു സംശയമില്ല. ഈ തോൽവിയെ റൊമാൻറ്റിസൈസ് ചെയ്തതെന്ന് പറയും. തോറ്റു കഴിയുമ്പോൾ നമുക്ക് സഹതാപം കിട്ടും, ഒരു സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ആ സമയത്ത് കിട്ടും അല്ലേ. തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിച്ചൊക്കെ ഇരിക്കാം. അത് റൊമാൻറ്റിസൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഒരിക്കലും തോൽവിയെ റൊമാൻറ്റിസൈസ് ചെയ്യില്ല, പകരം അതിനെ യൂട്ടിലൈസ് ചെയ്യുക. തോൽവിയെ വിജയത്തിലേക്കുള്ള വെറും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോണിന്റെ ഗുണം എന്താ? ചവിട്ടുപടിയുടെ ഗുണം എന്താ? നമ്മൾ ചവിട്ടി അവിടെ നിൽക്കില്ല, അടുത്ത പടവിലേക്ക് നടന്നു കയറും. അതായി മാത്രമേ തോൽവിയെ കാണാവൂ. അല്ലാതെ നമുക്ക് സ്ഥിരതാമസമായിട്ട് ടെന്റ് അടിച്ചിരിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് അല്ല തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്, അടുത്ത സ്റ്റെപ്പിലേക്ക് നടന്ന് കയറുക. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ഐഡന്റിറ്റി അല്ല. തോൽവി എന്ന് പറയുന്നത് നമ്മുടെ അവസാനവുമല്ല. തോൽവി യഥാർത്ഥത്തിൽ ഒരു പരാജയമാണെന്നുള്ള എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകത്തിൽ ജയിച്ച ആൾക്കാർ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും ജീവിതത്തിൽ ഒരു മൊമെന്റ് അല്ലെങ്കിൽ മറ്റൊരു മൊമെന്റ് തോറ്റു പോയവർ തന്നെയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച്, നിങ്ങൾ പണ്ട് നടക്കാൻ പഠിച്ച സമയം, കുട്ടിയായിട്ടിരുന്ന് മുട്ടിലിറങ്ങി പിന്നെയാണ് നടക്കാൻ പഠിച്ചത്. നടക്കും, വീഴും, കാലൊക്കെ ചിലപ്പോൾ മുറിയും, പിന്നെ നടക്കാൻ ശ്രമിക്കും, വീഴും, പിന്നെ നടക്കാൻ ശ്രമിക്കും, പിന്നെ നടക്കാൻ പഠിച്ചു, പിന്നെ ഓടാൻ പഠിച്ചു, ഇപ്പം നിങ്ങൾ ഇവിടെ വരെ എത്തി. 2 കാലാണ് ഇപ്പോൾ നിങ്ങൾ നടക്കുന്നത് അല്ലേ. ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്തൊരു പരിപാടി എന്താ? കൺസിസ്റ്റൻസി. 1-2 പ്രാവശ്യം വീണ് പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നിങ്ങളുടെ ഒരു വയസ്സോ 2 വയസ്സോ ഉള്ള വെർഷൻ ആയിരിക്കണം. കാര്യം നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് ഷെയിം, നാണം അല്ലെങ്കിൽ അപമാനം എന്നൊരു ഫീലിംഗ് ഒക്കെ വരും. അത് വന്ന് കഴിയുമ്പോഴാണ് ഫെയിലിയറിനെ പ്രോസസ് ചെയ്യാൻ പറ്റാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കുട്ടിക്കാലത്ത് ഇത്രയും നാണവും അല്ലെങ്കിൽ ഷെയിം ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പഠിക്കില്ല. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ ലെവലിൽ കൂടുതൽ നിങ്ങൾ ഇതിനൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നിങ്ങളുടെ ആ ഒരു നടക്കാൻ പഠിക്കുന്ന പ്രായത്തിലെ വെർഷൻ ഉണ്ടല്ലോ, അതായിരിക്കണം കേട്ടോ. ചില ആൾക്കാർ പറയുന്ന ഒരു ഭാഗ്യം വേണം, ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ല ലക്ക് വേണം, ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സത്യമാണ്, ഭാഗ്യം വേണം. ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഞാൻ പരീക്ഷയൊക്കെ പാസ്സായത്. പക്ഷെ ഭാഗ്യത്തിന് ഒരു കോമൺ ഡിനോമിനേറ്റർ ഉണ്ട്. എന്താണെന്നറിയോ? എക്സ്പോഷർ. നല്ല രീതിയിൽ എക്സ്പോഷർ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നു, നല്ല രീതിയിൽ അധ്വാനിക്കുന്നു, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭാഗ്യത്തിന്റെ അളവും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഒന്നും പഠിക്കാതിരിക്കുന്ന വ്യക്തിയേക്കാളും ഏറ്റവും ലക്കി ആയിട്ടുള്ള വ്യക്തി നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും. സോ ഭാഗ്യം എന്ന് പറയുന്ന സംഭവത്തിനെ നിങ്ങൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. നന്നായിട്ട് കഠിനാധ്വാനം നടത്തിയാൽ മതി, ഭാഗ്യം നിങ്ങളുടെ കൂടെ കൂടിക്കൊള്ളും. വിജയിച്ചവരുടെ ഗ്ലാമറാണ് ലോകം കാണാറ്. അത് ഗ്ലാമറസ് പൊസിഷനാണ്. വിജയിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നു, റാങ്ക് ഹോൾഡേഴ്സ് വരുന്നു, അവർ ആഘോഷിക്കപ്പെടുന്നു.
പക്ഷേ തോറ്റുപോയവരങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നേരത്തെ വന്ന റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ തോറ്റുപോയിട്ട് തളരാതെ പോരാടി ഈ ലെവലിൽ എത്തിയ വ്യക്തികളാണ്. അല്ലാതെ അവർ ജനിച്ച് വീണതേ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ എൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലെ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു. എത്ര പേരാണെന്നറിയോ വർഷങ്ങളായിട്ട് PSC പഠിച്ച് പാസ്സാവാതിരുന്നു, പിന്നെ പെട്ടെന്ന് പാസ്. അങ്ങനെ കൃത്യമുള്ള മെന്റർഷിപ്പ് അവർക്ക് ലഭിച്ചിരുന്നു. പ്രിലിംസ് എന്ന് പറയുന്ന ആ ഘട്ടം പോലും പാസ്സാവാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ വർഷം രണ്ടാമത് 2 ഡിജിറ്റ് റാങ്കിലേക്ക് എത്തിയിട്ടുള്ളൂ എന്ന് ആലോചിക്കുക. സോ എനിക്ക് കൺക്ലൂഷൻ ഇത് മാത്രമേ പറയാനുള്ളൂ. തോറ്റവർക്ക് ലോകം കൊടുക്കുന്നത് എപ്പോഴും സഹതാപവും അനുകമ്പയും ഒക്കെ ആയിരിക്കും. വിജയിച്ചവർക്ക് ലോകം കൊടുക്കുന്നത് ബഹുമാനവും അതോറിറ്റിയുമാണ്. എടാ, നിനക്ക് ഇതിനകത്ത് ഏതാ വേണ്ടത്? സഹതാപമാണോ അതോ ബഹുമാനമാണോ? അത് നിന്റെ ചോയ്സ് ആണ്. യോർ ലൈഫ് യോർ ചോയ്സ്. സോ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങായി ഞങ്ങൾ പല ബാച്ചുകളും വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചറിൽ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തെ പരീക്ഷ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ലോങ് ടേം അൾട്രാ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതായത് 10th +2 ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഓരോന്നിനും ഓരോ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കേണ്ട ഒറ്റ സ്റ്റഡി പ്ലാൻ, ഒറ്റ പഠിത്തത്തിൽ ഈ പരീക്ഷകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാം. അതുകൊണ്ട് ഈ പരീക്ഷകൾക്കെല്ലാം സമഗ്രമായിട്ട് ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കാനായി ഞങ്ങളുടെ അൾട്രാ PSC ബാച്ചിലേക്ക് വരാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് സഹിതം ലഭിക്കും. ആ ഡെമോ ക്ലാസ് കണ്ടാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ PSC പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ചിട്ടയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞത് കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം കൂടും. ആ രീതിയിൽ ഭാഗ്യത്തെ വരുതിക്ക് നിർത്താൻ കോൺഫിഡൻസ് ഉള്ളവർ ഈ ബാച്ചിലേക്ക് പോരെ. സോ എനിക്കിനി നിങ്ങളുടെ ഭാഗത്തുള്ള ഇൻപുട്ടാണ് വേണ്ടത്. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് തോറ്റുപോയി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയില്ല? ആ മിസ്റ്റേക്ക് കണ്ടെത്തി കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതിനുള്ള സൊല്യൂഷനുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. സോ മറക്കണ്ട, തോറ്റിരുന്നാലും കുഴപ്പമില്ല. ജയിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം ജയിച്ചാൽ മതി. ഓരോ തോൽവിയും യൂട്ടിലൈസ് ചെയ്യുക. വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയെ മാത്രം തോൽവിയെ കാണുക. അപ്പം കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.